ഒരു ബൈബിൾ സ്റ്റഡിയായി കർത്താവ് നമ്മളെ കൂട്ടിവരുത്തിയതിനെ ഓർത്ത് വീണ്ടും കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കടന്നു എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഹെബ്രായക്കാർക്ക് ലേഖനം അതിൻ്റെ 9-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിപ്പാനിടയായത്. അതിൻ്റെ ഏകദേശം എനിക്ക് തോന്നി 7-ാം വാക്യം വരെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. എന്നാൽ നമുക്ക് തുടർമാനമായിട്ട് അതിൻ്റെ 8-ാം അധ്യായത്തെ 8-ാം വാക്യം 8 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഹെബ്രായക്കാർക്ക് ലേഖനത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 8 തുടങ്ങി 15 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ വായിക്കാം. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. അവ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടെ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങളത്രേ. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യ അവകാശത്തിന്റെ വാഗ്ദത്തം വെളിപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ ആകുന്നു. പ്രൈസ് ലോർഡ്. 8-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ഈ 9-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം ആണ്. പല അധ്യായങ്ങളും പ്രധാനപ്പെട്ടതാണ്. എങ്കിലും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നതിനെപ്പറ്റി പരിശുദ്ധാത്മാവ് എബ്രായ ഗ്രന്ഥകർത്താവിന് വെളിപ്പെടുത്തുന്നുണ്ട്. എബ്രായക്കാർക്ക് ലേഖനം ഒരു പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പാടാണ്. ആദ്യം തുടങ്ങി മറ്റെങ്ങും കാണാത്ത ദൈവിക വെളിപ്പാടുകൾ ദൈവസഭയ്ക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. ഈ ഹെബ്രായക്കാർക്ക് ലേഖനം എഴുതപ്പെട്ടത് ആരാണെന്ന് നമുക്കറിയാം. ആർക്ക് വേണ്ടിയാണ് എഴുതപ്പെട്ടെന്നുള്ളത് ഹെബ്രായർ എന്ന പദത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. അത് അന്നുണ്ടായിരുന്ന മുൻകൂടാരം എന്ന് പറയുന്നത് ശലോമൻ പണിത ആലയമായിരുന്നു. അത് നിലനിൽക്കുന്ന സമയത്താണ് ഈ ലേഖനം എഴുതപ്പെട്ടത്. ഏകദേശം യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം 40 വർഷത്തോളം ദൈവത്തിൻ്റെ ശലോമോൻ പണിത മണ്ഡപം നിലനിന്നിരുന്നു. 40 വർഷമോ അതിന് അധികമായിരിക്കാം. പിന്നീടാണ് ഈ ആലയം തകർക്കപ്പെടുന്നത്. യേശുവിൻ്റെ പ്രവചന ദൂത് പോലെ തന്നെ കല്ലിൻ്റെ മേൽ കല്ല് ശേഷിക്കാതെ ആലയം തകർക്കപ്പെട്ടു. പിന്നീട് ആരും ആലയം കണ്ടിട്ടില്ല. ഇന്ന് നമുക്ക് ആലയം ഉള്ള അറിവേ ഉള്ളൂ. ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് പണിത ദൈവത്തിൻ്റെ 2ാമത്തെ ആലയമായി കണക്കാക്കപ്പെടുന്നു. ആദ്യത്തെ ആലയം ഏകദേശം 500 വർഷത്തോളം നിലനിന്നു എന്ന് പറയപ്പെടുന്നു. പിന്നീട് ഏകദേശം 500 വർഷമോ അതിലധികമോ 2ാമത്തെ ആലയം സെറുബ്ബാബേൽ മുഖാന്തരവും മറ്റ് ഇസ്രായേൽക്കാർ മുഖാന്തരവും പണിയപ്പെടുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വരവെങ്കിൽ ശേഷം ഇത് തകർക്കപ്പെടുകയാണ്. അപ്പോൾ മൂന്നാമതായി
വീണ്ടും ഈ പാലയം പണിയുവാൻ ഇസ്രായേൽക്കാർ ശ്രമിക്കുന്നുണ്ട്. അത് പണിയപ്പെടാം, യേശുക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് പണിയപ്പെടുമെന്ന് പറയുന്നു. എന്താണെങ്കിലും ഈ ആലയം ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം വളരെ അവരുടെ നാഡി അല്ലെങ്കിൽ അവരുടെ മെയിൻ വെയിനെന്നോ അല്ലെങ്കിൽ മെയിൻ പില്ലറെന്നോ പറയാം. അത്രയ്ക്ക് അവരുടെ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്ന ഒരു വലിയ അഭിമാനവും അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളിലൊന്നാണ് ഈ ആലയം. ഇന്ന് പലപ്പോഴും നമുക്കറിയാം, ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം മക്ക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. അത് വളരെ സെൻസിറ്റീവാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ യഹൂദിനെ സംബന്ധിച്ചിടത്തോളം ഈ ആലയം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അവർക്ക് ഈ ആലയം ത്തെപ്പറ്റി പറയുമ്പോൾ അന്നുണ്ടായ യഹൂദന്മാർ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ഇന്ന് ഗർഭാപ്പസിയൊക്കെ എന്ന് പറയുന്ന പോലെ നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്നത് പോലെ അവരെ വീണ്ടും അവരുടെ പാരമ്പര്യ വിശ്വാസത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ പലരും ശ്രമിച്ചു. അന്നുണ്ടായിരുന്ന യഹൂദന്മാർ, പാരമ്പര്യ യഹൂദന്മാർ അവരെ പിന്നോട്ട് വലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ അവരോട് പറഞ്ഞ്, നിങ്ങൾ മോശയുടെ നിയമവും പ്രമാണിക്കണം, അതും കൂടെ വേണമെന്ന് പറയുമ്പോൾ യേശുക്രിസ്തു അല്ല ദൈവത്തിൻ്റെ പുത്രനാണെന്ന് യേശുക്രിസ്തു എന്ത് ചെയ്തു എന്നതിനെ പറ്റി അവർക്ക് വ്യക്തതയില്ലാതിരുന്നപ്പോൾ, നമുക്ക് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, യേശുക്രിസ്തു സകലത്തിനേക്കാളും ഉന്നതനാണ് എന്ന് വ്യക്തമായി അവർക്ക് വരച്ച് കാണിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ മുമ്പ് വായിച്ചു. അപ്പോൾ നമ്മൾ അതിനു മുമ്പ് ചിന്തിച്ചത് അതിൻ്റെ 1 തൊട്ട് 5 വരെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ആലയം എങ്ങനെയായിരുന്നു. ഒന്നാം സ്ഥലവും അല്ലെങ്കിൽ പുറാങ്കണവും വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും. അതിവിശുദ്ധ സ്ഥലത്താണ് ദൈവത്തിൻ്റെ മഹത്വം, കെരൂബുകൾക്ക് മധ്യേ, ചിറക് വിരിച്ച് നിൽക്കുന്ന കെരൂബുകൾക്ക് മധ്യേ ദൈവ സാന്നിധ്യം വെളിപ്പെടാറുണ്ട്. ദൈവശബ്ദം, ദൈവം പലപ്പോഴും അവിടെ നിന്ന് സംസാരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇവരെത്ര അഭിമാനത്തോടെ പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിൽ, പാരമ്പര്യ വിശ്വാസത്തിൽ പലരും ഞങ്ങൾക്ക് ഇന്ന പള്ളിയുണ്ട്, അല്ലെങ്കിൽ ഇന്ന പള്ളി ഇത്ര വലിയ ഇത്ര 2000 വർഷങ്ങൾക്ക് അപ്പുറമുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പാരമ്പര്യങ്ങൾ പറയുന്നവർ എന്ന് പറഞ്ഞാൽ അതിലവർ അഭിമാനം കൊണ്ടതുപോലെ ഇവർക്കും ഒരുപാട് അഭിമാനമുണ്ടായിരുന്നു. പക്ഷേ ഇത് ഈ ഗ്രന്ഥകർത്താവ് അവരോട് പറയുന്നത്, ഈ നിൽക്കുന്ന ആലയം നിങ്ങളെത്ര മനോഹരമെന്ന് പറഞ്ഞാലും ഇതിലും എത്രയോ ഉന്നതമായ ഒരാലയം ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഈ ആലയം അതുമായി കമ്പയർ ചെയ്യുമ്പോൾ, അതുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് വളരെ ചെറുതാണ്, അല്ലെങ്കിൽ അത് അത്ര ഉന്നതമല്ല, അത് ഇംഗ്ലീഷിൽ പറഞ്ഞ ഇൻഫീരിയർ ആണ് എന്ന് വരച്ച് കാണിക്കുന്ന ഒരു അധ്യായമാണ് ഈ 9-ാം അധ്യായം, ഇബ്രായക്കാർക്ക് ലേഖനത്തിൻ്റെ 9-ാം അധ്യായം. അതുകൊണ്ട് തന്നെ ആദ്യം ആ ആലയത്തിൽ എന്തുണ്ടായിരുന്നു എന്നുള്ളതിനെപ്പറ്റി വളരെ ചുരുക്കമായിട്ട്, വളരെ സ്പഷ്ടമായിട്ട് കഴിഞ്ഞ 5 അല്ലെങ്കിൽ 7 വാക്യങ്ങളിലൂടെ, വേഴ്സസിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ 8-ാം വാക്യം തുടങ്ങി താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ഈ കൂടാരത്തിൻ്റെ, പഴയ നിയമ ആലയത്തിൻ്റെ അതിൻ്റെ ലിമിറ്റേഷൻസ് എന്താണെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അതിന് 9-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 10 വരെ വായിക്കുമ്പോൾ 1-ാം വാക്യത്തിൽ ഈ ആലയം ഇത് ഭൗമികമായൊരു ആലയമാണെന്ന് പറയുന്നു. അതിൻ്റെ കുറവുകളെ കാണിക്കുക, അതിൻ്റെ ലിമിറ്റേഷൻസിനെ, അതിൻ്റെ പരിമിതികളെ കാണിച്ചു കൊടുക്കുകയാണ്. ഈ ആലയം നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ ശ്രേഷ്ഠമെന്ന് പറയുന്ന ആലയം, ഇത് ഭൂമിയിലുള്ള ആലയം, ഇത് ഇവിടെ ഭൗമികമാണല്ലോ. മോശയ്ക്ക് ദൈവം ഒരു അല്ലെങ്കിൽ സ്വർഗീയമായ ഒരു സാദൃശ്യത്തെ കാണിച്ചു കൊടുത്തെങ്കിൽ അത് സൃഷ്ടിക്കപ്പെടുന്നത് ഭൂമിയിലാണ്. ഇന്ന് എല്ലാ ആലയങ്ങളും നിലനിൽക്കുന്നത്, ഏതെല്ലാം ആലയമുണ്ടോ, എത്ര ശ്രേഷ്ഠമായിട്ട്, എത്ര നല്ലതായിട്ട്, എത്ര മനോഹരമായിട്ട് പണിതെന്ന് പറഞ്ഞാലും അതൊക്കെ ഒരു ദിവസം തകർന്നു പോകുന്നേ ഉള്ളൂ. അതൊക്കെ അതിൻ്റെ ഒരു പ്രതിച്ഛായ മാത്രമാണ്, വരാനുള്ളതിൻ്റെ ഒരു പ്രതിച്ഛായയാണ് ഇന്ന് നിങ്ങൾ പാരമ്പര്യമായി ആരാധിക്കുന്ന ആരാധനാ സ്ഥലങ്ങൾ. എത്ര ശ്രേഷ്ഠമായിട്ട് നിങ്ങൾ പണിതാലും അതൊക്കെ വരാനിരിക്കുന്ന ആലയത്തെപ്പറ്റി തുലനം ചെയ്യുമ്പോൾ അത്
വളരെ അതിൻ്റെ മഹത്വം വളരെ ചെറുതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ 2-ാം വാക്യത്തിൽ 9-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നു, അത് 2-3 വരാനിരിക്കുന്ന മശിഹായാണ് ഈ ആലയത്തിലിരിക്കുന്ന ഓരോ പല കാര്യങ്ങളും വരച്ച് കാണിക്കുമ്പോൾ അതിനകത്തിരിക്കുന്ന അപ്പവും കത്തിക്കുന്ന ദീപവും അതിൻ്റെ വെളിച്ചവും ഒക്കെ വരാനിരിക്കുന്ന അവിടെ ഇരിക്കുന്ന മറശ്ശീലയും എല്ലാം കർത്താവ് യേശുക്രിസ്തു സൂചിപ്പിക്കുക. അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അത് മാത്രമല്ല, ഈ ആലയത്തിന് ദൈവജനത്തെ ദൈവ സാന്നിധ്യത്തിലേക്ക് നയിക്കാൻ കഴിയാതെ വണ്ണം ഒരു തിരശ്ശീല അതിന് മുമ്പിൽ നിൽക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനിപ്പുറത്ത് നിന്ന് മാത്രമേ ആരാധിക്കാൻ കഴിയുന്നുള്ളൂ. അത് കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. ഒരു സമയം കഴിയുമ്പോൾ ആലയം തകരും. ഒരു പ്രാവശ്യം ആലയം തകർന്നു, ഇനിയും തകരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി അവിടെ പറഞ്ഞിട്ടില്ല, എങ്കിലും അത് പിന്നീട് തകരുവാനിടയായി. ഈ ആലയത്തിൽ വന്ന് ആരാധിക്കുന്ന ദൈവജനത്തിൻ്റെ ഹൃദയത്തിനകത്ത് രൂപാന്തരം നടക്കുന്നില്ല എന്ന് അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. അപ്പോൾ അതാണ് നമുക്ക് പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ. അവിടെ യേശുക്രിസ്തുവിൻ്റെ രക്തം ആലയത്തിൽ അവിടെ ചിന്തിയ രക്തം, അത് യേശുക്രിസ്തുവിൻ്റെ രക്തത്തെ വരാനിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ പ്രതിച്ഛായയായിട്ടാണ് നമുക്ക് അവിടെ ഈ പരിശുദ്ധാത്മാവിലൂടെയുള്ള വെളിപ്പാടിലൂടെ അത് വ്യക്തമായി വരച്ച് കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് 8-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. കിട്ടിയെങ്കിൽ വായിക്കാം, അല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. അതിന് 8-ാം വാക്യം പറയുന്നു, മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. അവിടെ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. പരിശുദ്ധാത്മാവാണ് ദൈവത്തിൻ്റെ വചനം എഴുതിയത്. അതിൻ്റെ ലേഖനകർത്താവ് പരിശുദ്ധാത്മാവ് മനുഷ്യൻ്റെ ആത്മാവിലൂടെ സംസാരിച്ചപ്പോൾ എഴുതപ്പെട്ടതാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാടുകളും സത്യങ്ങളും. അപ്പോൾ അവിടെ പറയുകയാണ്, ഈ മുൻകൂടാരം ഇവിടെ നിലനിൽക്കുന്നിടത്തോളം ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കൊരിക്കലും ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയത്തില്ല. നിങ്ങൾ ആ വിശുദ്ധ സ്ഥലത്ത് നിന്ന് ആരാധിക്കുക അല്ലാതെ നിങ്ങൾക്കൊരിക്കലും അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലാൻ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കത്തില്ല. ഈ കാര്യം ഇന്നത്തെ പാരമ്പര്യമായി നടക്കുന്ന പല ആരാധനകൾക്കും സാദൃശ്യമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ പറയുമ്പോൾ ചിലപ്പം പലർക്കും അത് മനസ്സിലാകും. അത് തെറ്റാണെന്നല്ല പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ആരാധിക്കുന്ന ആരാധന, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ അതിലും ശ്രേഷ്ഠമായതിലേക്ക് നടത്തുവാൻ വേണ്ടിയാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു ഒരു യാഗം സ്വയം കഴിക്കുവാൻ തയ്യാറായത്. അപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്നത് എല്ലാ പ്രവൃത്തികളാണ്. പക്ഷെ പ്രവൃത്തികൾക്കൊന്നും ദൈവ സാന്നിധ്യത്തിലേക്ക് നിങ്ങളെ നടത്താൻ കഴിയത്തില്ല. അതെല്ലാം വരാൻ പോകുന്നതിൻ്റെ പ്രതിച്ഛായ മാത്രമായിരുന്നു എന്ന് അവിടെ പറയുക. അപ്പോൾ ഈ മുൻകൂടാരം ഇവിടെ നിൽക്കുന്ന സമയത്തോളം, ഇവിടെ നിങ്ങൾ ആരാധിക്കുന്ന സമയത്തോളം നിങ്ങൾക്കൊരു സത്യമുണ്ട്, നിങ്ങൾക്കൊരിക്കലും പിതാവേ എന്ന് വിളിച്ച് ദൈവ സാന്നിധ്യത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ കഴിയത്തില്ല. കാരണം അവിടെ ഒരു തിരശീലയുണ്ട്. ആ തിരശീലയ്ക്കപ്പുറത്ത് ആണ്ടിലൊരിക്കൽ ഒരാൾക്ക് മാത്രമേ കടന്നു ചെല്ലാൻ കഴിയത്തുള്ളൂ. ഇന്ന് ഈ സൂം മീറ്റിങ്ങിലിരുന്ന് പല സ്ഥലത്തിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിനെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈ മുൻകൂടാരത്തിലേക്കോ മറ്റേതെങ്കിലും മനുഷ്യനാൽ പണിയപ്പെട്ട ആലയത്തിനകത്ത് കടന്നു ചെന്നല്ല നമ്മുടെ ആരാധന നടത്തുന്നത്. നമ്മുടെ ആരാധന അവിടെ ലിമിറ്റഡ് അല്ല. അവിടെ ഇസ്രായേൽക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർ ജെറൂസലേമിൽ ചെന്ന് മാത്രമേ അവർക്ക് ആരാധിക്കാൻ കഴിഞ്ഞതുള്ളൂ. അല്ലാത്തടത്ത് ആരാധിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ആരാധന ജെറൂസലേമിലായിരുന്നു. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ ആരാധിക്കുന്നത് ആ മലയിലുമല്ല ജെറൂസലേമിലുമല്ല. ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന സമയം, നിങ്ങളായിരിക്കുന്ന ആത്മാവിലും സത്യത്തിൽ നിങ്ങൾ ആരാധിക്കുന്ന സമയം വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തു ശമരിയക്കാരിയായ സ്ത്രീയോട് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുവാൻ ആ തിരശീല, അതിനപ്പുറത്ത് നിങ്ങൾ ചെയ്യുന്ന നടപടിക്രമങ്ങൾ, നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് അത് നിങ്ങളെ ലിമിറ്റ് ചെയ്യുകയാണ്. പിന്നെ പറയുകയാണ്, ആ ആലയം ഒരു സ്ഥലത്ത് നിൽക്കുക. നിങ്ങൾ ആരാധിക്കണമെങ്കിൽ നിങ്ങൾ അവിടെ വന്നേ മതിയാകൂ. അവിടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ
നമുക്ക് പിന്നീട് ഈ ഹെബ്രായക്കാർക്ക് ലേഖനത്തിൻ്റെ പിന്നീടുള്ള ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, ഈ തിരശ്ശീല എന്താണ് കാണിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായി അറിയുവാൻ സാധിക്കുന്നുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരമായിട്ട് പിന്നീട് ഈ ഹെബ്രായക്കാർക്ക് ലേഖനത്തിൽ കാണിക്കുന്നുണ്ട്. ഈ തിരശ്ശീല വലിച്ചു കീറപ്പെടുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അവസാനത്തെ ശ്വാസം കർത്താവ് നമുക്ക് വേണ്ടി കൊടുക്കുമ്പോൾ, തൻ്റെ ഹൃദയം കുത്തി തുളയ്ക്കപ്പെടുമ്പോൾ, അവസാനത്തെ തുള്ളി രക്തവും ഊറ്റിക്കൊടുക്കുമ്പോൾ, അവിടെ ജീവനെ കൊടുക്കുമ്പോൾ എല്ലാം പൂർത്തീകരിച്ചു എന്ന് പിതാവിനോട് പറയുമ്പോൾ, അവിടെ ജീവനെ കൊടുക്കുമ്പോൾ ആ നിമിഷത്തിൽ ആ തിരശ്ശീല മുകൾ തൊട്ട് താഴോട്ട് ഏകദേശം 35-36 ഇഞ്ചെന്നുണ്ടെന്ന് പറയപ്പെടുന്നു, എനിക്കറിയില്ല. 16 ഏകദേശം ഫീറ്റ് മീറ്റർ നീളമുണ്ടെന്ന് പറയപ്പെടുന്നു. എന്തുമാകട്ടെ, ഒരു ആന പിടിച്ചാൽ ഒരുപക്ഷെ കീറുന്നൊരു തിരശ്ശീല ആയിരിക്കാം. ആ തിരശ്ശീല താഴേന്ന് മുകളിലോട്ട് കയറേണ്ടത് മുകളിൽ നിന്ന് താഴോട്ട് കയറി. അതോടുകൂടെ ദൈവജനത്തിന് അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ സാന്നിധ്യത്തിലേക്ക്, പിതാവിൻ്റെ അടുക്കിലേക്ക് ഏത് സമയത്തും ഈ പറയുന്ന ക്രമപ്രകാരം ഉള്ള ആരാധനകൾ അല്ലെങ്കിൽ പ്രവൃത്തിയാലുള്ള ആരാധനയ്ക്ക് മറികടന്നുകൊണ്ട് ആയിരിക്കുന്ന സ്ഥാനത്ത്, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത്, നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഒരു ഫ്രീ ആക്സസ് കർത്താവ് കൊടുത്തു. സ്തോത്രം. ഞാൻ പറയുന്നത് മനസ്സിലാകണമെന്ന് ചിന്തിക്കുന്നു. ഞാൻ കാര്യത്തിലേക്ക് വരാം. ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെ, കാരണം ഈ കർത്താവായ യേശുക്രിസ്തു കടന്നു വരുമ്പോൾ പല കാര്യങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവായ യേശുക്രിസ്തു കയ്യഫാസിന് മുമ്പിൽ നിൽക്കുമ്പോൾ, നമുക്കത് കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം. അതൊന്ന് മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 63-ാം വാക്യത്തിൽ യേശുക്രിസ്തു പല കോടതികളിൽ മാറി മാറി വിസ്തരിക്കപ്പെടുമ്പോൾ, കയ്യഫാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, നീ ദൈവത്തിൻ്റെ പുത്രനാണോ എന്ന് 26-63 കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം. 63 തൊട്ടുള്ള വാക്യങ്ങൾ. യേശുവോ മിണ്ടാതിരുന്നു. മഹാപുരോഹിതൻ പിന്നെയും, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ കർത്താവായ യേശുക്രിസ്തുവിനോട് ചോദിക്കുക, നീ ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണോ എന്ന് പറയുക എന്ന് ചോദിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലത് ഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ അവിടെ അതിനുശേഷം പറയുന്ന യേശുക്രിസ്തു ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറയുമ്പോൾ, അവിടെ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദൈവദൂഷണമാണ് ഞാൻ ഒരാൾ ദൈവമാണെന്ന് പറയുന്നത്. അപ്പോൾ ആ സമയം തന്നെ അവനെ കൊല്ലുവാനുള്ള പ്രമാണം അവർക്കുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കാണുവാൻ സാധിക്കും, മഹാപുരോഹിതൻ വസ്ത്രം കീറി. അവിടെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് മഹാപുരോഹിതൻ ചെയ്തത്. കാരണം ലേവ്യർക്കേത് ലേഖനത്തിൻ്റെ 21-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ വായിക്കണമെന്നില്ല, അവിടെ പറഞ്ഞിരിക്കുന്നത്, അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും വസ്ത്രം ധരിപ്പാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനുമായി തൻ്റെ സഹോദരന്മാരിൽ മഹാപുരോഹിതനായവൻ തൻ്റെ തലമുടി പിച്ചിപ്പറിക്കുകയും വസ്ത്രം കീറുകയും അരുത്. ആ മഹാപുരോഹിതൻ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ വസ്ത്രം കീറാൻ പാടില്ല. അവിടെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, പൗരോഹിത്യത്തിൻ്റെ അവസാനം ആയി, അല്ലെങ്കിൽ ലേവ്യ പൗരോഹിത്യ ശുശ്രൂഷയുടെ കാലഘട്ടം കഴിഞ്ഞു എന്ന മറ്റൊരു രീതിയിൽ നമുക്കതിനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം മഹാപുരോഹിതനായി കർത്താവായ യേശുക്രിസ്തു ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നിരുന്നു. നമുക്കത് പിന്നീട് വായിക്കാം. പിന്നീട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് 1 പത്രോസിൻ്റെ ലേഖനം 2:9 പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ പ്രഘോഷിക്കാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്. അത് നിങ്ങൾ ഇസ്രായേൽ വംശക്കാർ അല്ലായിരിക്കും, പക്ഷേ നിങ്ങളെ ഒരു സ്വർഗീയ ഇസ്രായേലാക്കി, ഒരു ഹെവൻലി, നിങ്ങളൊരു ഇസ്രായേൽ പൗരത്വത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെന്ന പദവിയിലേക്ക് നിങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയായി, രാജകീയ പൗരോഹിത്യ വർഗമായി, രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി യേശുക്രിസ്തുവിലൂടെ നിങ്ങളെ മാറ്റി. അപ്പോൾ അതിനകത്ത് ഇസ്രായേൽക്കാരെന്നോ ഒരു ജാതിയെന്നോ വ്യത്യാസമില്ല. അവരെ വിശുദ്ധ വംശമായി സ്വന്തം ജനവുമാക്കി കർത്താവ് തീർക്കുകയാണ്. അപ്പോൾ ഇന്ന് ആ തിരശ്ശീല കീറിയതിന് ശേഷം യേശുക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടെ അവിടെ തിരശ്ശീല
വലിച്ചു കീറപ്പെടുകയാണ്. ആ തിരശ്ശീല കീറിയതിനു ശേഷം സത്യത്തിൽ പിന്നെ ഒരു ആരാധന അവിടെ നടക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അവർക്കത് മനസ്സിലായെങ്കിലും വീണ്ടും അവർ ചെയ്യുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു, വീണ്ടും അത് ചെയ്തു. പക്ഷേ അതോടുകൂടി പാരമ്പര്യമായിട്ട് ഇസ്രായേലിൻ്റെ ലേവ്യ പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലുമൊക്കെ ദൈവം പറഞ്ഞിരിക്കുന്ന നടപടിക്രമ വഴിപാടും യാഗവും അവർക്ക് അർപ്പിക്കേണ്ട സമയങ്ങൾ കഴിഞ്ഞു പോയിരുന്നു. പക്ഷെ വീണ്ടും അവർ അർപ്പിച്ചുകൊണ്ടിരുന്നു. ഇന്നും സംഭവിക്കുന്നൊരു കാര്യം അതാണ്. അന്ന് ദൈവം കൊടുത്ത ആലയത്തിനകത്ത് ദൈവം കൊടുത്തിരുന്ന പ്രമാണങ്ങളും ചട്ടങ്ങളും പ്രകാരം ദൈവിക ആരാധനയുടെ ക്രമങ്ങളുണ്ടായിരുന്നു. അതെല്ലാം അവർ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അത് മോശമാണെന്നല്ല, പക്ഷെ അതിലും ശ്രേഷ്ഠമായത്, അതിലും ഉന്നതമായത്, അതിലും മഹത്വമേറിയത് തൻ്റെ ജനത്തിന് കൊടുക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഒരു പരമയാഗം കഴിച്ചു എന്നുള്ള സത്യം അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിലും അവരുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് ചിന്തിച്ചുകൊണ്ട് ആ കീറപ്പെട്ട തിരശ്ശീല വീണ്ടും ഒരുപക്ഷെ അവർ കുത്തി തയ്ച്ചോന്ന് എനിക്കറിയത്തില്ല. ഒരുപക്ഷെ മറ്റൊരു തിരശ്ശീല അവർ അവിടെ വെച്ച് കാണും. പക്ഷേ അതോടുകൂടെ പൗരോഹിത്യ ശുശ്രൂഷ, ലേവ്യൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ആ തിരശ്ശീല കീറിയതോടുകൂടി അവിടെ തീരുകയാണ്. സ്തോത്രം. അപ്പോൾ അതേ തുടർന്ന് ഒരു കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇനിയിപ്പം ചെയ്യേണ്ട ആവശ്യമില്ല, അത് എന്നേക്കുമായി കർത്താവായ യേശു ക്രിസ്തു തീർത്തു കഴിഞ്ഞു. ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെപ്പറ്റി തുടർമാനമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് 9-ാം വാക്യമുണ്ടെങ്കിൽ നമുക്ക് വായിക്കാം. ഞാൻ പറയുന്നത് പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ വിശദീകരിച്ച സമയത്തിൻ്റെതായ പരിമിതികളുണ്ടല്ലോ. കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യമെങ്കിലും കുറച്ച് റെപ്പറ്റീഷൻ വന്നേക്കാമെങ്കിലും ചില ദൈവിക സത്യങ്ങൾ നമുക്ക് ഇതിലൂടെ വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് അത് നമുക്ക് പകർന്നു കൊടുക്കുവാനും ഒരു മുഖാന്തരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 9-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. അതെ, അവിടെ പറയുകയാണ് ആ കൂടാരമാണ് നിലനിന്നിരുന്ന കൂടാരം. ശലോമോന്റെ മന്ദിരം, ശലോമോന്റെ ആലയം, അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെയും ഉയർപ്പിനെയും ശേഷമുള്ള നടക്കുന്ന സ്വർഗീയമായതിൻ്റെ ഒരു സാദൃശ്യ, ഇറ്റ്സ് എൻ ഇമേജ്. അതൊരു നിഴൽ മാത്രമായിരുന്നു ആ കൂടാരം ഒരു നിഴലായിരുന്നു. ഇനിയിപ്പോൾ ആ കൂടാരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. സ്തോത്രം. അതിനൊത്തവണ്ണം, കാരണം അവർ പറയും അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്, അതിൻ്റേതായ. പക്ഷേ ആ പരിമിതികളെല്ലാം കടന്ന് അതിനപ്പുറത്തേക്ക് കടത്തുവാൻ വേണ്ടി ദൈവപുത്രനായ യേശു ക്രിസ്തു വേണ്ടുന്ന സകല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ വീണ്ടും അതിലേക്ക് മടങ്ങിപ്പോകുന്നത്? സ്തോത്രം. ഇന്നും ലേവ്യ ആരാധന നടപടിക്രമങ്ങൾ നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിനകത്തും കാണുന്നുണ്ട്. തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വാട്ട് എവർ വി ആർ ഡൂയിങ്, നമ്മൾ ചെയ്യുന്നത് ഒരു നിഴൽ മാത്രമാണ്. പൊരുള്, സത്യം, അത് കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നു. അതിന് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ലെന്നുള്ളത് ഈ ഹെബ്രായക്കാർക്ക് ലേഖനത്തിലേക്ക് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. സ്തോത്രം. നമുക്കത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തരുത് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവർ ചോദിച്ചു, ഞങ്ങൾക്കെന്താ തെറ്റ്? മോശ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ പൗലോസ് അപ്പോസ്തലനാണ് എഴുതപ്പെട്ടത് ചിലർ പറയുന്നു, ചിലർ ബർണ്ണബാസ് എഴുതിയതാണെന്ന്, ചിലർ ആരെഴുതിയാലും പരിശുദ്ധാത്മാവാണ് ഈ ലേഖനം എഴുതിയത്. അപ്പോൾ ഈ ദൈവിക വചനത്തിൻ്റെ സത്യങ്ങൾ പാരമ്പര്യത്തിൽ വിശ്വസിച്ചിരുന്ന യഹൂദനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ഇനിയും ഇത്രയും കഷ്ടപ്പെട്ട് ആടിനെയും കൊന്ന് ഗുരുപ്രാവിനെയും കൊന്ന് 5 ബലികൾ, ധാന്യം, പലതരത്തിലുള്ള യാഗങ്ങളുണ്ട്. ലേവ്യരുടെ പുസ്തകം വായിച്ചു നോക്കുകയാണെങ്കിൽ സ്തോത്രം, നമ്മൾ ഉറങ്ങിപ്പോകുന്ന പോലെ
അതുപോലെ നീണ്ട യാഗങ്ങളും നടപടിക്രമങ്ങളും നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. എന്ത് തരത്തിലുള്ള മൃഗങ്ങളെ കഴിക്കാം, ഏത് തരത്തിലുള്ള പക്ഷികളെ കഴിക്കാം, അങ്ങനെ പലതരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ചെയ്ത് 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 സ്തോത്രം, നിങ്ങൾ എങ്ങനെയെങ്കിലും നിത്യജീവൻ പ്രാപിക്കാൻ ശ്രമിക്കും, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതൊന്നും ചെയ്യാതെ തന്നെ കർത്താവായ യേശു ക്രിസ്തു അത് മുഴുവൻ തീർത്തു കഴിഞ്ഞു. പിന്നെ നിങ്ങളെന്തിന് പുറകോട്ട് പോകുന്നത്? ഇനി നമ്മൾ പോകുന്നത് മുൻപോട്ടാണ്. ഇനി നമ്മുടെ യാത്ര മുൻപോട്ടാണ്. സ്തോത്രം, അതിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകേണ്ട ആവശ്യമില്ല. യേശു തന്നെയായിരുന്നു ദ സെൻറ്റർ, എല്ലാത്തിൻ്റെയും സെൻറ്ററായിരിക്കുന്നതിന് കർത്താവായ യേശു ക്രിസ്തു ആണ് എന്ന് മറ്റൊരു രീതിയിൽ ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ദ തീം ഓഫ് ഹീബ്രൂസ്, അതിൻ്റെ പ്രധാനപ്പെട്ട ആ വ്യക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ വിഷയമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യമാണ്. അതിലൂടെ വന്ന പൗരോഹിത്യമാണ് ഹെബ്രായക്കാർക്ക് ലേഖനം 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ കൂടാരം ഈ കാലത്തേക്ക് അതായത് യേശു ക്രിസ്തു സമറിയക്കാരിയായ സ്ത്രീയോട് പറയുന്നുണ്ട്, നിങ്ങൾ ആരാധിച്ചത് യഹൂദന്മാർ യെരൂശലേമിൽ ആരാധിച്ചു, നിങ്ങൾ ശമരിയക്കാർ, യഹൂദരും ജാതികളുമായി ഇടകലർന്ന ശമരിയക്കാർ ആ മലയിൽ ആരാധിച്ചു. അതിൻ്റെ സമയം കടന്നുപോയി മകളെ, അത് കടന്നുപോയി. ഞാൻ വന്നതോടുകൂടി അതേ ആരാധന മാറി, ആരാധന സ്ഥലം മാറി, ആരാധനാ ക്രമങ്ങൾ മാറി, ആരാധന രീതി മാറി. നിങ്ങൾക്ക് ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് അപ്പച്ച അപ്പ എന്ന് വിളിച്ച് ആവാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് വരുവാൻ ഞാൻ വേണ്ടുന്നത് മുഴുവൻ ചെയ്തു കഴിയുക, ഞാൻ ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ ഇന്ന് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഈ ആരാധനകളെല്ലാം നടന്നത് വരാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വരാൻ പോകുന്ന ഒരു മന്ദിരം, ഒരു ആലയം, ഒരു ദൈവിക ആരാധനയുടെ പ്രതിച്ഛായയായിരുന്നു. അതിനൊത്തവണ്ണം ആരാധനക്കാർ ഇതെല്ലാം ചെയ്തിട്ടും അവിടെ എഴുതി വെച്ചിരിക്കുന്നത് there was a limitation, അതിന് പരിമിതി ഉണ്ടായിരുന്നു. ഇതെല്ലാം ചെയ്തിട്ടും അവർക്ക് പൂർണ്ണ സമാധാനം മനസാക്ഷിയിൽ കൊടുക്കുവാൻ ഇതിനൊന്നും കഴിഞ്ഞില്ല. ഏതെല്ലാം പാരമ്പര്യ ആരാധനകൾ, എന്തെല്ലാം ക്രമങ്ങൾ നമ്മൾ ചെയ്താലും, നമ്മൾ എന്തെല്ലാം ദൈവത്തെ പ്രവൃത്തി കൊണ്ട് പ്രസാദിപ്പിക്കാൻ നോക്കിയാലും മനസാക്ഷിക്കകത്ത് പൂർണ്ണമായ സമാധാനം ഒരു പ്രവൃത്തിക്കും, ഒരു വഴിപാടിനും, ഒരു യാഗത്തിനും, ഒരു നേർച്ചക്കാഴ്ചകൾക്കും, ഏതെങ്കിലും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതോ, അല്ലെങ്കിൽ എന്തെല്ലാം തരത്തിൽ മെഴുകുതിരി കത്തിക്കാനോ, അല്ലെങ്കിൽ മറ്റെന്തെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. അവർ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അതിലേക്ക് നമുക്ക് വരാം. ഇറ്റ് വാസ് ഓൺലി സിംബോളിക് ഫോർ ദ പ്രസന്റ് ടൈം. വരാനിരിക്കുന്ന ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തു വന്നതിന് ശേഷമുള്ള ഈ സമയത്തിൻ്റെ ഒരു സിംബൽ മാത്രമായിരുന്നു അതിൻ്റെ പിന്നിൽ, യേശുവിന് മുമ്പുള്ള സമയം. ഹല്ലേലൂയ. അപ്പോൾ പറയും ഈ കൂടാരം ഈ കാലത്തേക്ക് സദൃശ്യമാണ്. അപ്പോൾ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു ഈ ശലോമോന്റെ ആലയത്തിനകത്ത് കടന്നു വരുമ്പോൾ അതിനകത്ത് വാണിഭക്കാരും പൊൻവാണിഭക്കാരും പ്രാവുകളെ വിൽക്കുന്നവരും മറ്റ് ദൈവഹിതമല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുക ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം, ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വന്ന സ്ഥലം അതിനകത്ത് കൊള്ളക്കാരുടെ ഗുഹയാക്കി മാറ്റുന്നത് കണ്ടപ്പോൾ കർത്താവായ യേശു ക്രിസ്തു കോപാകുലനായിട്ട് നമുക്ക് കാണുന്നുണ്ട്. കർത്താവ് ഒരു കയറെടുത്തു, മനുഷ്യനെ ആരെ അടിച്ചതായിട്ട് അവിടെ എഴുതിയിട്ടില്ല. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരത്തിന് മുമ്പിൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ആലയത്തെ നോക്കി തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്. അതിന് 21-ാം വാക്യം കിട്ടിയെങ്കിൽ വായിക്കാം. അപ്പം ഈ ആലയത്തെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശലോമോൻ പണിത ആലയം എത്രയോ മനോഹരമാണ്, ഇതിൻ്റെ കല്ലുകൾ എത്രയോ മനോഹരമാണ്, ഇത് എത്രയോ ബ്യൂട്ടിഫുള്ളാണ്. ശലോമോൻ ചെയ്ത കാര്യങ്ങളുടെ മഹത്വം കാണുവാൻ എത്യോപ്യയിൽ നിന്നും രാജ്ഞി അന്ന് ഫ്ലൈറ്റില്ലായിരുന്നു, മാസങ്ങളോളം ഒരുപക്ഷെ കടൽ വഴി കടന്നു വന്നിട്ട് ഇദ്ദേഹം ചെയ്തതെല്ലാം കാണുവാൻ, ഇദ്ദേഹത്തെ പറ്റിയ കീർത്തി അത്ര ശ്രേഷ്ഠമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. പക്ഷേ ഈ ശ്രേഷ്ഠതയും ഈ മഹത്വവും ഒന്നും യേശു ക്രിസ്തുവിലൂടെ വരുന്നതിന് കമ്പയർ ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് കർത്താവായ യേശുവിനെ ശലോമോനേക്കാളും ശ്രേഷ്ഠനായവൻ വന്നിരിക്കുന്നു.
അത് ഞാൻ തന്നെയാണ്, ഞാനല്ല. യേശു ക്രിസ്തു പറയുകയാണ്, ഞാനാണ്. ശലോമോൻ അതിൻ്റെ ഒരു പ്രതിച്ഛായ മാത്രമേ ഉള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ നമുക്കത് കിട്ടിയെങ്കിൽ വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 2:21 ആലയത്തിന് മുമ്പിൽ വന്ന് നിൽക്കുന്നൊരു യേശുവിനെ നമ്മളവിടെ കാണുകയാണ്. എല്ലാവരും പറഞ്ഞു ആലയം എത്രയോ മനോഹരമാണ് എന്ന് പറഞ്ഞ് അതിനെപ്പറ്റിയുള്ള അവരുടേതായ അഭിമാനം. അവരുടെ പലരും യഹൂദരായിരുന്നല്ലോ. അപ്പോൾ അവർ പറയുകയാണ്, ഈ പള്ളി ഞങ്ങളുടെ അപ്പച്ചന്മാർ പണിതാണ്, ഇതിൻ്റെ കല്ലൊക്കെ എത്രയോ നമ്മളൊക്കെ അറിയാതെ പറഞ്ഞു പോകുന്ന കാര്യമാണ് എന്ന് പറയുന്നത് ഇവരും പറയുകയാണ്. പക്ഷേ യേശു പറഞ്ഞു, അത് കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാവേ. അവനോ തന്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ചത്രേ പറഞ്ഞത്. യേശു പറയുകയാണ്, ഈ ആലയം നിങ്ങൾ തകർക്കുക. ആലയം തകർന്നു. ഞാനിതിനെ 3 ദിവസം കൊണ്ട് പണിയും. അത് ദൈവത്തിന് ഹിതമല്ലാത്തത്, അല്ലെങ്കിൽ അത് ഒരു ബ്ലാസ്ഫമി ആയിട്ടാണ് അവരെന്നെ കണ്ടത്. ആലയം ഏകദേശം 40 വർഷത്തിലൊക്കെ എടുത്തു ശലോമോൻ ഇതൊന്ന് പണിതെടുക്കാൻ. അതിൻ്റെ മരങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ പല രാജ്യങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടാണ് അദ്ദേഹം പണിത്. അതിനെപ്പറ്റി എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അത് വർഷങ്ങളോളം അതിൻ്റെ കാര്യങ്ങൾ സ്വരൂപിച്ചിട്ട് പിന്നെയാണ് പണിത്. അപ്പോൾ ആ ആലയത്തിനടുത്ത് നിന്ന് 30 വയസ്സിലധികമുള്ള ഒരു വ്യക്തി, അവരെ സംബന്ധിച്ച് അത്രേ ഉള്ളൂ, പറയുകയാണ്, നിങ്ങൾ ഈ ആലയം തകർക്കുക, ഞാനിത് പണിയും 3 ദിവസം കൊണ്ട്. സ്തോത്രം. അവർക്കത് കാര്യം പിടികിട്ടിയില്ല. പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് പറഞ്ഞത് യേശു ക്രിസ്തുവിനെ പറ്റി തന്നെയാണ്. 3 ദിവസത്തിനപ്പുറത്ത് യേശു തൻ്റെ ശരീരത്തെ പറ്റിയാണ് പറയുന്നത്. ഈ ശരീരമാകുന്ന ആലയം, ഇതാണ് ആലയം. ആ നിൽക്കുന്ന ആലയം ഇതിൻ്റെ പ്രതിച്ഛായയാണ്. യേശു പറയുകയാണ്, ഞാനാണ് ആലയം. ശലോമോൻ്റെ ആലയം എൻ്റെ ഇമേജാണ്. മനസ്സിലാകുന്നുണ്ടെങ്കിൽ സ്തോത്രം, നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. അപ്പോൾ സ്വർഗത്തിൽ നടക്കാൻ പോകുന്നൊരു ദൈവിക ആരാധനയുണ്ട്. സ്വർഗത്തിൽ, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിൽ ഒരു ആലയമുണ്ട്. ആ ആലയത്തിലേക്ക് എന്നെയും നിങ്ങളെയും എത്തിക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു അവിടെ നിന്ന് ഇറങ്ങി വന്ന് മനുഷ്യൻ്റെ കൂടെ വസിച്ചു. ടബർനാക്കിൾ ആദ്യം എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യൻ്റെ കൂടെ കൂടാരമടിച്ചു. അതാണ് യേശു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് കാണാതെ അറിയാവുന്നൊരു വാക്യമാണ് അത്. യോഹന്നാൻ്റെ സുവിശേഷം 1:14 പറയുന്നുണ്ട്, വചനം ജഡമായി തീർന്നു. യേശു വചനമായിരുന്നു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവിടെ ഈ പാർത്തു എന്നുള്ളതിനെ പറ്റി ഹി ഡ്വെൽറ്റ്, അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിലാണെന്ന് എനിക്ക് തോന്നുന്നു, അതോ ഹെബ്രായയിലാണോ എന്നുമാകട്ടെ, ഹി ടബർനാക്കിൾ, അവൻ കൂടാരമഴിച്ചു. ഒരു മനുഷ്യൻ്റെ പ്രകൃതിയിൽ അവൻ കൂടാരമായി തീർന്നു. അവൻ്റെ ശരീരം ഒരു കൂടാരമായി, അവൻ്റെ ശരീരം ഒരു മന്ദിരമായിരുന്നു. ആ കണ്ട 3 സ്ഥലങ്ങളും കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശരീരത്തെ സൂചിപ്പിക്കുന്നു. കർത്താവ് പുറം അങ്കണത്തിൽ ചെയ്ത യാഗം ഒരു കുഞ്ഞാടായി, ലോകത്തിൻ്റെ പാപങ്ങളല്ല, ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന കുഞ്ഞാടായി, സകല പാപവും ചുമക്കുന്ന കുഞ്ഞാടായി കർത്താവായ യേശുക്ക് പുറം അങ്കണത്തിലെ ഒരു യാഗമൃഗമായിരുന്നു. വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വരുമ്പോഴും അവിടെ കാണുന്ന അപ്പവും, അവിടെ കാണുന്ന അവിടെ കാണുന്ന ദീപവും ദീപസ്തംഭവും, അവിടെ കാണുന്ന തിരശീലയും, തിരശീലയ്ക്കപ്പുറത്തുള്ള അതേ കെരൂബുകളുടെ ദൈവത്തിൻ്റെ പെട്ടകവും, അതിനകത്ത് വെച്ചിരിക്കുന്ന പുസ്തകങ്ങളും അല്ലെങ്കിൽ 10 കൽപ്പനകളും വചനമായിരിക്കുന്ന ഞാൻ തന്നെയാണ്. മക്കളെ, നിങ്ങൾ എന്തിനാണ് പിന്നെയും ഈ പരിപാടിക്ക് പോകുന്നത് എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. സ്തോത്രം. മുഴുവൻ ഞാൻ ചെയ്തില്ലേ, എന്നിട്ട് നിങ്ങൾ എന്തിനാ എത്രയും വിഷമിക്കുന്നേ? എന്നെ വിശ്വസിക്കുക. ഹല്ലേലൂയ. അപ്പം കർത്താവ് യേശു ക്രിസ്തു അത് അവർക്ക് മനസ്സിലാകത്തില്ലെന്ന് കർത്താവിന് അറിയാമായിരുന്നു. പക്ഷെ കർത്താവ് യേശു ചെയ്യേണ്ട കാര്യം കർത്താവ് ചെയ്തു. പിന്നീട് പരിശുദ്ധാത്മാവ് വ്യക്തികളോട് സംസാരിക്കുമ്പോൾ, ഹെബ്രായക്കാർക്ക് ലേഖനം ഇന്ന് പല പാരമ്പര്യ സഭകളും വേണ്ടാന്ന് പറയുന്നവരുണ്ട്, അത് മാറ്റിവെക്കാൻ പറയുന്നവരുണ്ട്. കാരണം ഇത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അതിനകത്ത് രണ്ടും കൂടെ കൂട്ടിക്കലർത്തണമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ മോശയുടെ പ്രമാണത്തിലേക്ക് നിങ്ങൾ മടങ്ങി പോകണ്ട. എന്തിനാണ് നിങ്ങൾ പോകുന്നത്?
അതിനൊരിക്കലും നിങ്ങളെ രക്ഷയുടെ പൂർത്തീകരണം കൊണ്ടുവരാൻ കഴിയത്തില്ല. അവിടെ പറയുക വചനം, മനസ്സാക്ഷിയിൽ അവർക്ക് പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിഞ്ഞില്ല. അവിടെ ഈ ആലയം കർത്താവായ യേശു ക്രിസ്തുവിനെ സൂചിപ്പിക്കുമ്പോൾ അതിനു മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യം, ലിമിറ്റേഷൻസ് ഒന്ന്, അത് പിതാവിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാൻ, ദൈവ സാന്നിധ്യത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ ഈ മുൻകൂടാരം ഒരു തടസ്സമായിരുന്നു. സെക്കൻഡ് തിങ്, രണ്ടാമത്തെ പ്രശ്നം, ഈ ആലയത്തിൻ്റെ പ്രശ്നം, ഇതിൻ്റെ വിഷയം, ഇതിൻ്റെ ലിമിറ്റേഷൻ, ഇതിൻ്റെ പരിമിതി എന്താണെന്ന് ചോദിച്ചാൽ, ഇത് സ്റ്റേഷനറിയാണ്. നിങ്ങൾ ആരാധിക്കണമെങ്കിൽ അവിടെ പോയി നിന്ന് ആരാധിക്കാവൂ, പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പല പാരമ്പര്യ വിശ്വാസങ്ങളെ ഞാൻ കുറ്റം പറയുന്നത്, എങ്കിലും ഞായറാഴ്ച പള്ളി പോയില്ലെങ്കിൽ അത് ഒരു എന്താ പറയുന്നത്, അത് വലിയ കടമായിട്ട് കണക്കാക്കിയിരുന്നു എന്ന് പറയാറുണ്ടായിരുന്നു ചെറുപ്പത്തിലൊക്കെ. അതുകൊണ്ട് പേടിയായിരുന്നു, പേടി കൊണ്ട് ഞായറാഴ്ച പോകുമായിരുന്നു പള്ളി. സ്വന്തം കർത്താവിനെ ശിക്ഷിക്കുമെന്ന് ഓർത്ത്. അപ്പം അവിടെ പോയാലേ ആരാധനയുള്ളൂ എന്ന് ചിന്തിച്ചു. പക്ഷേ കാര്യങ്ങളൊക്കെ മാറി എന്നുള്ളത് നമുക്കറിയത്തില്ലായിരുന്നു. അറിഞ്ഞപ്പം മനസ്സിലായി, ഇരിക്കുന്ന സ്ഥലത്ത് ആത്മാവിൽ ആരാധിച്ചാൽ സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാനിരിക്കുന്ന മുറിക്കകത്ത് ഇറങ്ങി വരുമെന്ന്. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം. ഇത്ര കഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും. യേശുവിൻ്റെ രക്തം, യേശു നമുക്ക് വേണ്ടി യാഗമായി എന്ന് വിശ്വസിക്കാൻ തയ്യാറാണോ? സ്തോത്രം. നിങ്ങളിരിക്കുന്ന മുറിക്കുള്ളിൽ, നിങ്ങളായിരിക്കുന്ന വീട് ഒരു മഹത്വമുള്ള ആലയമാക്കി ദൈവം മാറ്റും. നിങ്ങളൊരു ചെറിയ, ലോകത്തിലെ ഏറ്റവും വലിയ ഉണർവ് നടന്നത് ഒരു കന്നുകാലിക്കൂട്ടിലാണ്. അത് യേശുക്രിസ്തുവിൻ്റെ ജനനമല്ല. അസൂസ സ്ട്രീറ്റിൻ്റെ ഉണർവ് തുടങ്ങിയത് കന്നുകാലിക്കൂട്ടിലാണ്. കന്നുകാലികളെ വെച്ചിരുന്ന ഒരു സ്ഥലത്ത് ആരാധന തുടങ്ങിയത്. അവിടെ ദൈവസാന്നിധ്യം ഇറങ്ങി വരുമായിരുന്നു. അവിടെ ഫയർ എഞ്ചിൻ വരുമായിരുന്നു. അതിൻ്റെ മുകളിൽ തീ കത്തുന്നത് കണ്ടിട്ട് പലപ്പോഴും ഫയർ എഞ്ചിൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അവിടെ തീ കത്താൻ പോകാൻ. പക്ഷേ അവിടെ ഇറങ്ങിയ ദൈവസാന്നിധ്യം മനുഷ്യനാൽ പണിയപ്പെട്ട കോടികൾ മുടക്കി, ശതകോടികൾ മുടക്കി ഏറ്റവും സുന്ദരമായി പണിയപ്പെട്ട ആലയങ്ങൾക്കുള്ളിലൊന്നും ഒരു ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങാതിരുന്നപ്പോൾ, ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളും സമൂഹം തള്ളിപ്പറഞ്ഞ ആഫ്രിക്കക്കാരുടെയും ഇടയിലേക്ക് ദൈവസാന്നിധ്യം ഇറങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ കരം അതിനകത്ത് ചലിക്കാൻ തുടങ്ങി. വീര്യപ്രവർത്തികൾ നടക്കാൻ തുടങ്ങി. ശരീരത്തിനകത്ത് അവയവങ്ങളില്ലാത്തവർക്ക് അവയവങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. നീളം കുറഞ്ഞ കൈക്ക് നീളം കൂടാൻ തുടങ്ങി. ദൈവത്തിൻ്റെ വൻ പ്രവൃത്തികൾ അവിടെ വെളിപ്പെട്ടു. അന്ന് അലയടിച്ച ദൈവിക ഉണർവിൻ്റെ തിരമാലകൾ ലോകം എമ്പാടും കത്തി, ലോകമെമ്പാടും കടന്നു ചെന്നു. ഇന്ത്യയിലും വന്നു. അനേക ഇടങ്ങളിൽ അതിൻ്റെ ആ വെള്ളത്തിലേക്ക് ചിലത് വീഴുമ്പോൾ ആ തിരമാല ഓളങ്ങൾ അടിക്കുന്നത് പോലെ രാജ്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു ചെന്നു. അത് ഇന്ത്യയിലും വന്നു. സ്തോത്രം. ആരാധന ആലയത്തിനല്ല പ്രാധാന്യം. സ്തോത്രം. അപ്പോൾ അവിടെ പറയാം, നിങ്ങളിത് സുന്ദരമെന്ന് പറയുന്ന ആലയത്തിൻ്റെ മഹത്വവും ഞാൻ നിങ്ങൾക്ക് ഒരുക്കിയതും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാൽവടി ക്രൂശിൽ ചെയ്തതിൻ്റെ പിന്നിൽ പ്രചോദനം ആയിരിക്കുന്ന കാരണം എന്താണെന്നുള്ളതിനെ പറ്റിയും പിന്നീട് പരിശുദ്ധാത്മാവ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. സ്തോത്രം. അതിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. അവിടെ പറയുകയാണ്, മനസ്സാക്ഷിയിൽ ഇതെല്ലാം ചെയ്തിട്ടും, എത്ര പ്രാർത്ഥിച്ചിട്ടും, എത്ര യാഗങ്ങൾ കഴിച്ചിട്ടും, എത്ര പുണ്യപ്രവൃത്തികൾ ചെയ്തിട്ടും, എത്ര നേർച്ചക്കാഴ്ചകൾ കൊടുത്തിട്ടും, എത്ര കഴുന്നെടുത്തിട്ടും, സ്തോത്രം, മനസ്സാക്ഷിക്കകത്ത് സമാധാനമില്ല, സന്തോഷമില്ല, ഉറപ്പില്ല. ഇന്ന് ഞാൻ എന്നെ ദൈവം വിളിച്ചാൽ യഥാർത്ഥത്തിൽ ഞാൻ എവിടെയായിരിക്കുമെന്ന് ഉള്ളിനകത്ത് ഉറപ്പില്ല. ഇന്ന് രാത്രി കേൾക്കുന്ന നമുക്കൊരു ഉറപ്പ് വേണം. മരണത്തെ ഭയപ്പെടുന്നവരല്ല നമ്മൾ.
ഒരുപക്ഷെ കർത്താവ് എന്ന് വന്നേക്ക് സെപ്റ്റംബർ 21 കർത്താവ് വരുമെന്നൊക്കെ ആരോ പറയുന്നത് കേട്ടു. സ്തോത്രം. എനിക്കിന്ന് കർത്താവിനേക്കാളും വലിയ ആളാണെന്നത്. കാരണം കർത്താവ് തന്നെ പറയും, എനിക്ക് തന്നെ അറിയത്തില്ലെന്ന് യേശു പറഞ്ഞു. സ്വർഗത്തിലെ പിതാവിനും മാത്രം അറിയത്തില്ല, ഭൂതന്മാർക്ക് പോലും അറിയത്തില്ല. സ്തോത്രം. എപ്പം വരണ്ട കുഴപ്പമില്ല, ഇന്ന് വന്നാൽ നമുക്ക് സന്തോഷം, പോകാൻ റെഡിയായിട്ടിരിക്കാന്നുള്ളേ ഉള്ളൂ. അതിൽ പക്ഷേ എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, കർത്താവിൻ്റെ വരവ് പ്രസംഗിക്കപ്പെടുന്നുള്ളൂ, അത് മതി. നമുക്കതിനെപ്പറ്റി ഒരു പ്രത്യാശ ഇന്ന് പലർക്കും പറയാതിരിക്കുന്ന കാലഘട്ടത്തിലേക്കാണ് മടങ്ങുന്നത്. കാരണം പറഞ്ഞു മടുത്ത്, ഇനിയിപ്പോൾ വരത്തില്ലെന്ന് ചിന്തിക്കുന്നവർ വരെയുണ്ട്. പക്ഷേ ഞാൻ വിശ്വസിക്കും, നമ്മുടെ ആയുസ്സിൽ, നമ്മുടെ തലമുറയിൽ യേശു വരും. സ്തോത്രം. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കാനും സഭ അതിനു വേണ്ടി ഒരുങ്ങുവാനും തയ്യാറാകണം. 5 കന്യകമാരെ പോലെ ബുദ്ധി ഇല്ലാത്തവരല്ല നമ്മൾ, ബുദ്ധിയുള്ളവരായി. അതിനകത്ത് വലിയ ഡോക്ടറേറ്റും വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും അതൊന്നുമല്ല ദൈവത്തെ സംബന്ധിച്ചവൻ ബുദ്ധിയുള്ളവർ. ദൈവത്തെ സംബന്ധിച്ചവൻ ബുദ്ധിയുള്ളവൻ, ദൈവത്തെ അന്വേഷിക്കുന്നതിനാണ് ദൈവത്തെ ബുദ്ധിയുള്ളവൻ. ദൈവമില്ല എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ മണ്ടനാണ്. സ്തോത്രം. അപ്പോൾ അവിടെ പറയുകയാണ്, ആ ജനത്തിന് പൈശാചിക ശക്തി കേന്ദ്രങ്ങൾ തേർവാഴ്ച നടത്തുന്ന ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നും ഈ നടപടിക്രമങ്ങൾക്കോ പ്രാർത്ഥനകൾക്കോ ധൂപയാഗങ്ങൾക്കോ ധൂപക്കുറ്റി വീശുന്നതിനോ അവിടുന്ന് ഉയരുന്ന പുകപടലങ്ങൾക്കോ ഒരു വ്യക്തിയുടെ ബന്ധനത്തിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവരാൻ കഴിയത്തില്ല. ഇതൊക്കെ വരാൻ പോകുന്ന ധൂപക്കുറ്റിയിൽ നിന്ന് ഉയരുന്ന പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയായി ദൈവ സാന്നിധ്യത്തിലേക്ക് ഉയരുന്നതായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ. അപ്പോൾ ഇതെല്ലാം ഇറ്റ്സ് ആൻ ഇമേജ്, അതൊരു പ്രതിച്ഛായ മാത്രമാണ്. അപ്പോൾ നമ്മളാ കാണുന്നതൊക്കെ പ്രതിച്ഛായകളാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ധൂപക്കുറ്റി വീശാൻ പോകണ്ട. സ്തോത്രം. അത് വീശുന്നവർ വീശിക്കുക, അതിനകത്ത് എനിക്ക് വിരോധമൊന്നുമില്ല, ദൈവത്തിന് വിരോധമില്ല. പക്ഷേ സമയം കഴിഞ്ഞു പോയി, അതിൻ്റെ കാലം കഴിഞ്ഞു പോയി. പിന്നെ കൈക്ക് സ്വതം കുറച്ച് സന്തോഷം കിട്ടും, അല്ലെങ്കിൽ സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ, പക്ഷെ പൂർണ്ണമായ സമാധാനം അതിന് കൊടുക്കാൻ കഴിഞ്ഞതില്ല, അതിനൊന്നും കൊടുക്കാൻ കഴിഞ്ഞതില്ല. അവിടെ പറയുകയാണ്, അതിനെ പൂർണ്ണമായി അവിടെ ഫിലിപ്പോസ് കർത്താവായ യേശുക്രിസ്തുവിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തരണം, നീ പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ ഫിലിപ്പോസ് കർത്താവായ യേശുക്രിസ്തുവിനോട് ചോദിക്കുക, യേശു പറഞ്ഞ ഞാൻ പോവുക, ഞാൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണ്, എനിക്ക് വേണ്ടി സ്വർഗത്തിലൊരു ആലയമുണ്ട്, സ്വർഗീയ യെരൂശലേമിലേക്ക് ഞാൻ മടങ്ങിപ്പോവുകയാണ് എന്ന് പറയുമ്പോൾ ഇവർക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടായപ്പോൾ, ഇപ്പം ഞങ്ങൾക്ക് ഉടയവനില്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഫിലിപ്പോസ് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ നീ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തന്നിട്ട് പോകും. സ്തോത്രം. യേശു പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടു. പിന്നെ പിതാവിനെ കാണിച്ചില്ല. അപ്പം പിതാവിനെ കാണിച്ചു തരാൻ വേണ്ടിയാണ് യേശു വന്നത്. സ്തോത്രം. യേശുവിനെ അറിഞ്ഞവൻ, യേശുവിനെ കണ്ടവൻ, യേശുവിനെ ആരാധിക്കുന്നവർ ജീവിക്കുന്ന ദൈവത്തെ തന്നെയാണ് ആരാധിക്കുന്നത്. അല്ലയോ യഹൂദ, നിങ്ങളൊന്ന് തിരിച്ചറിയുക. സ്തോത്രം. നിങ്ങൾ കാത്തിരുന്ന മശിഹ നിങ്ങളുടെ ഇടയിൽ നിങ്ങളെ ദൈവ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ഒരു മഹാപുരോഹിതൻ ഒരിക്കൽ മാത്രം ആണ്ടിൽ ഭയപ്പെട്ട് അടുത്ത ദിവസം ജീവിച്ചിരിക്കുമോ എന്ന് പോലും ഭയപ്പെട്ടുകൊണ്ട് കയറി ചെല്ലുന്നിടത്തേക്ക് ആ ദൈവ സാന്നിധ്യം നിങ്ങളുടെ അടുക്കിലേക്ക് കൊണ്ടുവരുവാൻ, ആ പിതാവിനെ കാണിച്ചു തരുവാൻ തൻ്റെ സ്വന്തം ശരീരമാകുന്ന തിരശീലയെ യേശു ക്രിസ്തു വലിച്ചു കീറി. എന്നിട്ട് പറഞ്ഞു, മക്കളെ വാ, നിങ്ങളവിടെ നിൽക്കണ്ട, ഒരു യാഗത്തിന് വേണ്ടി പോകണ്ട, ഒരു വഴിപാടിന് വേണ്ടി പോകണ്ട, നിങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ച് ഞാൻ പിതാവിൻ്റെ സന്നിധിയിൽ എന്നിൽ വിശ്വസിക്കുക, ഏറ്റുപറയേണ്ടത് ഏറ്റുപറയാൻ തയ്യാറാകുക, സകല നേർച്ചക്കാഴ്ചകളുടെയും ന്യായപ്രമാണവും ഞാൻ ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു. സ്തോത്രം. ഇനി നിങ്ങളുടെ പ്രവൃത്തിയിൽ വിശ്വസിച്ചാൽ യു കനോട്ട് കം, യു ഹാവ് ടു ബിലീവ്. നിങ്ങൾ എൻ്റെ പ്രവൃത്തി യേശുവിൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ഒരു പ്രവൃത്തിക്കും പിതാവിൻ്റെ സാന്നിധ്യം എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരാൻ കഴിയത്തില്ല. ആ സമാധാനം എൻ്റെ ഉള്ളിൽ തരാൻ ഒരു പ്രവൃത്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. മനസാക്ഷിയെ കഴുകുന്ന രക്തമാണ് നമ്മുടെ കർത്താവിൻ്റെ രക്തം.
നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് വരാം. ഇങ്ങനെ പോയാൽ നമ്മളൊരു പക്ഷേ എല്ലാം ചില എത്തേണ്ട മണ്ഡലത്തിൽ എത്തേണ്ട സ്ഥലത്ത് എത്തുമെന്ന് അറിയത്തില്ല. അവിടെ പത്താം വാക്യം നമുക്ക് വായിക്കാം. അവ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയുടെ കൂടെ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡിക നിയമങ്ങൾ അത്രേ. അവിടെ അന്നുണ്ടായിരുന്ന പുരോഹിതന്മാർ ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കാം, ഇന്നത് കഴിക്കരുത്, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ കുടിക്കണം, അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രവൃത്തികൾ, പലതരത്തിലുള്ള യാഗങ്ങൾ അവിടെ അർപ്പിച്ചുകൊണ്ടിരുന്നു. ആ യാഗങ്ങൾ നമുക്ക് വചനത്തിലെ 5 യാഗങ്ങൾ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. 5 യാഗങ്ങൾ ആണ് അവർ പ്രധാനമായിട്ട് യഹൂദൻ കഴിച്ചുകൊണ്ടിരുന്ന യാഗം. കാണാം. ആ യാഗങ്ങൾ, അതെ 5 യാഗങ്ങളുണ്ട്. ഒന്നാണ് ഹോമയാഗം, ധാന്യം വഴിപാട് യാഗം. പിന്നെ ഇവിടെയുണ്ട്, സ്തോത്രം. അത് ഒന്നാണ് ഹോമയാഗം, ധാന്യം വഴിപാട്, സമാധാനയാഗം, പാപപരിഹാരയാഗം, നഷ്ടപരിഹാരയാഗം. ഈ 5 യാഗങ്ങളാണ് പ്രധാനമായിട്ടും യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. അതിനകത്ത് ഹോമയാഗം ദൈവത്തിന് പൂർണ്ണമായിട്ടും ഒരാളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തെ സമർപ്പിക്കുന്നതാണ്. ധാന്യം കൊണ്ട് ദൈവത്തിലുള്ള നന്ദി പ്രകാശനമായിട്ട് കാണും. നമ്മുടെ അമ്മച്ചിമാരൊക്കെ പണ്ട് ആദ്യമായിട്ട് കോഴിക്ക് മുട്ടയുണ്ടായ ആദ്യത്തെ മുട്ട കൊണ്ട് ദൈവത്തിന് കൊടുക്കുമായിരുന്നു. അല്ലെങ്കിൽ ആദ്യം വാഴ വെട്ടി ആദ്യത്തെ വാഴ സ്തോത്രം കൊല കൊണ്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു മുമ്പ്. ഇപ്പോൾ ആരും ചെയ്യാറില്ല. സ്തോത്രം. അപ്പോൾ പിന്നെ കൂട്ടായ്മ, സമാധാനയാകും, ദൈവത്തിൻ്റെ സമാധാനം, ഒരുമിച്ച് അവർ ഭക്ഷണം കഴിക്കുകയും ദൈവ സാന്നിധ്യത്തിൽ അവരുടെ കൂട്ടായ്മയും ദൈവത്തോട് നന്ദി പ്രകാശനവും ദൈവവുമായിട്ടുള്ള സമാധാനത്തെയും കാണിക്കുമ്പോൾ ശുദ്ധീകരണം, സിൻ ഓഫറിങ്. ഈ 4ാമത്തെ യാഗം ദൈവത്തിന് എതിരായിട്ട് ഏതെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപത്തിന് ഒത്തവണ്ണം കഴിക്കപ്പെടേണ്ട യാഗമായിരുന്നു. അത് ഓരോരുത്തരുടെയും സോഷ്യൽ സ്റ്റാറ്റസിനനുസരിച്ച് അവർ കൊണ്ട സാമ്പത്തികമായ നിലവാരം ഒക്കെ വച്ചിട്ട് അവർ അത് ചെയ്യുമ്പോൾ, യേശുക്രിസ്തു ജനിക്കുമ്പോൾ അവർക്ക് വളരെ സാമ്പത്തിക നിലവാരമില്ലാതിരുന്ന കുടുംബത്തിലായിരുന്നു യേശു ജനിച്ചു. അപ്പോൾ അവർക്ക് കുറുപ്രാവിനെ കൊടുക്കാൻ കഴിഞ്ഞതുള്ളൂ. അപ്പോൾ അവർ കൊണ്ട് കൊടുത്ത കുറുപ്രാവിനെയായിരുന്നു. അന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും അത് ഒരു വലിയ ലിസ്റ്റാണ്. സ്തോത്രം. അത് മുഴുവൻ പഠിക്കണമെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇന്നാലേ പഠിക്കാൻ കിട്ടും. അപ്പോൾ ഇതെല്ലാം ചെയ്താലേ ഒരു വ്യക്തിക്ക് ദൈവവുമായിട്ടൊരു കൂട്ടായ്മ ആചരിക്കാൻ കഴിയത്തുള്ളൂ. പിന്നെ വരുന്ന ഗിൽറ്റ് ഓഫറിങ്, നഷ്ടപരിഹാര കുറ്റം. ആരെങ്കിലും നിങ്ങൾ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ, സഖാബോസിൻ്റെ കാര്യം പറഞ്ഞ പോലെ അങ്ങനെ ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അത് മടക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള അതിനുവേണ്ടിയുള്ള യാഗങ്ങൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഭക്ഷണങ്ങൾ, വിവിധ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് താല്പര്യമുള്ളവർക്ക് വായിച്ചാൽ, ലേവ്യർ പുസ്തകം ആയതുകൊണ്ട് വായിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. എങ്ങനെയുള്ള മൃഗങ്ങളെ, എങ്ങനെയുള്ള പക്ഷികളെ കഴിക്കണം, അങ്ങനെ ഓരോ കാര്യങ്ങൾ, എങ്ങനെയുള്ള ഓരോ പാപത്തിന് മുമ്പായിട്ട് അവർ ജലത്താൽ കഴുകാം, വെള്ളത്താൽ ശുദ്ധീകരിക്കപ്പെടണം, ഇത്രയും ദിവസം അവരിവിടെ ആയിരിക്കണം, അങ്ങനെ ഓരോ പ്രശ്നങ്ങൾക്കുള്ള ഓരോ പരിഹാരങ്ങൾ ദൈവം എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിവിധ എന്നിവ ഗുണീകരണ കാലത്തോളം അവിടെ പറയുകയാണ്, ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡിക നിയമങ്ങൾ അത്രേ. നോക്കുക, അവിടെ എഴുതിയിരിക്കുന്ന വാക്യമാണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഒരു ഗുണീകരണ കാലമുണ്ട്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കും അണ്ടിൽ ദ ടൈം ഓഫ് റിഫർമേഷൻ. ആ ഗുണീകരണ കാലം വരുവോളം മാത്രമായിരുന്നു. ആ ഗുണീകരണ കാലം, ആ ടൈം ഓഫ് റിഫർമേഷൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവോടുകൂടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു അന്നുണ്ടായിരുന്ന പരീശനെ ഹാ കഷ്ടം എന്ന് പറയുന്നത് മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൽ വായിക്കണമെന്നില്ല. അത് വലിയ ലിസ്റ്റ് കർത്താവ് എഴുതി, ഹാ കഷ്ടം എന്ന് എഴുതുന്നുണ്ട്. നിങ്ങൾ ഈ പ്രവൃത്തിയിൽ മാത്രം ആശ്രയിച്ച് നിങ്ങൾ ജീവിക്കുമ്പോൾ
അതുകൊണ്ടൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. OPC കഴിയുന്നിടത്തോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ധൂപക്കുറ്റി നേർച്ചക്കാഴ്ചകൾക്കോ എണ്ണ കൊടുക്കുന്നതും ഒന്നും കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് നിത്യതയുടെ അവകാശിയായി തീരാൻ കഴിയത്തില്ല. നിങ്ങൾക്കൊരു സമാധാനം കിട്ടത്തില്ല. അവിടെ കർത്താവ് ഇന്ന് നമുക്കറിയാം, ചില ചർച്ചുകളിൽ എങ്ങോട്ട് തിരിഞ്ഞെന്ന് കുർബാന ചെല്ലണം എന്നുള്ളതിനെ പറ്റിയുള്ള വിഷയം കാരണം ഇന്ന് ചില ചർച്ചകൾ അടച്ചിട്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ ഇതിലൊന്നും പ്രാധാന്യമില്ല എന്ന് ആണ് ഇത് പറയുന്നത്. എങ്ങോട്ട് തിരിഞ്ഞ് കുർബാന ചൊല്ലിയാലും സ്തോത്രം. എന്ത് കാര്യം? നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഇതൊന്നും കഴിയത്തില്ല. പെന്തക്കോസ്ത് ചർച്ചിലും നടക്കുന്നുണ്ട് ചില. പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന സ്ഥലങ്ങൾ അടച്ചപ്പെടുകയാണ്. ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നത് എന്തിനാണെന്ന് പോലും അറിയാതെ കടന്നു വരുന്ന ജനത്തിന് ഗുണീകരണ കാലത്തോളം, അതായത് യേശുക്രിസ്തുവിലുള്ള ട്രാൻസ്ഫോർമേഷൻ, ഒരുവൻ്റെ രൂപാന്തരത്തിൻ്റെതായ കാര്യങ്ങൾ കർത്താവായ യേശുക്രിസ്തു ചെയ്തു കഴിഞ്ഞിട്ടും വീണ്ടും അത് ചെയ്യണ്ട എന്ന് ദൈവം ആഗ്രഹിക്കാത്ത കാര്യം വീണ്ടും ചെയ്യുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പറയാണ്, ഗുണീകരണകാലം, ദ ടൈം ഓഫ് റിഫോർമേഷൻ ഈസ് ഹിയർ. സോ യു ബെറ്റർ സ്റ്റോപ്പ്. പുറകോട്ട് പോകാനല്ല, പുറകോട്ട് പോകേണ്ട മക്കളെ. ഇനി നിങ്ങൾ മുമ്പോട്ട് പോകും. പുറകോട്ട് പോയാൽ നിങ്ങൾ ഒരുപക്ഷെ പിടിക്കപ്പെട്ടു പോകണം. ഗലാത്യർക്ക് ലേഖനത്തിലൂടെ പറയുന്നുണ്ട്, വീണ്ടും നിങ്ങൾ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. നിങ്ങൾ വീണ്ടും മോശയുടെ ന്യായപ്രമാണത്തിലേക്ക് മടങ്ങിപ്പോകരുത്. അതിലൊക്കെ മടങ്ങിപ്പോകുമ്പോൾ ആ പ്രവർത്തികൾക്കൊന്നും നിങ്ങൾക്ക് മനസ്സാക്ഷിക്കകത്ത് സമാധാനം നൽകുവാൻ, ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുവാൻ, യഥാർത്ഥ ആരാധന വെളിപ്പെടുവാൻ അവിടെ അത് നടക്കുകയില്ല. നമുക്ക് അടുത്ത വാക്യം വായിക്കാം. സമയത്ത് തീർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമുക്ക് ഇന്നത്തെ ചില കാര്യങ്ങളോട് പറഞ്ഞിട്ട്, അപ്പോൾ ജീസസ് ദ ഹൈ പ്രീസ്റ്റ്, ഇവിടെ പറയും ഇതാണ് ലിമിറ്റേഷൻ. ഇപ്പം ഇതാണ് പഴയ നിയമ ആലയത്തിൻ്റെയും നടപടിക്കാര്യങ്ങളുടെയും പരിമിതി. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾ വിശ്വസിച്ചാൽ ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ വരാൻ പോകുന്ന ആലയം യേശുക്രിസ്തുവിലൂടെ കടന്നു വന്ന, യേശുക്രിസ്തുവിലൂടെ ചെയ്ത അതിൻ്റെ മഹത്വം എന്താണെന്ന് പിന്നീട് അവിടെ വരച്ച് കാണിക്കുകയാണ്. അപ്പോൾ സ്വർഗത്തിൽ നടക്കുന്ന ഒരു ആരാധനയുടെ ഒരു ചെറിയ അംശമാണ് നമ്മൾ ഞായറാഴ്ചയും അല്ലാത്ത ഒക്കെ സമയത്ത് ദൈവസന്നിധി നമ്മൾ ആരാധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ദൈവിക വിടുതലും ആശ്വാസവും ദൈവശക്തിയും സന്തോഷവും സമാധാനവും ഒക്കെ നമ്മൾ ഒരു ദിവസം ദൈവ സാന്നിധ്യത്തിൽ ദൈവത്തെ മുഖാമുഖം കാണുമ്പോൾ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ആരാധിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ആ അനുഭവത്തിൻ്റെ ചെറിയൊരു കണികയാണ് ഇന്ന് ജീവിക്കുന്ന ദൈവത്തെ, സത്യദൈവത്തെ യേശുക്രിസ്തുവിലൂടെ സത്യനമസ്കാരികൾ ആരാധിക്കുമ്പോൾ ലഭിക്കുന്ന ആ നീതീകരണവും സന്തോഷവും. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ വരാൻ പോകുന്ന ആ ആരാധന, റെവലേഷൻസ് വെളിപ്പാട് പുസ്തകത്തിന് 5ഉം 7ലും സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയുടെ മഹത്വം നമ്മൾ കാണുന്നുണ്ട്. വീണ് കിടന്ന് കുഞ്ഞാടിനെ ആരാധിക്കുമ്പോൾ അവയെ അത്ര ശ്രേഷ്ഠമായ ഒരു ആരാധന, അത്രയ്ക്കും സുന്ദരമായ, അത്രയ്ക്കും ശ്രേഷ്ഠം, അത്രയ്ക്കും മഹത്വമേറിയ, അത്രയ്ക്കും സ്വാതന്ത്ര്യമുള്ള, യു ആർ ലിവിങ് ഇൻ ദ, നമ്മളെ കർത്താവായ യേശുക്രിസ്തു, ഒരു ദൈവദാസൻ നമ്മളെ കർത്താവായ യേശുക്രിസ്തു പാപ ലോകത്തിൽ നിന്ന് വേർതിരിച്ചു. നമ്മളെ പാപജഡത്തിൽ കർത്താവ് നമ്മളെ ശുദ്ധീകരിച്ചു, വിശുദ്ധീകരിച്ചു. ബട്ട് യു ആർ ലിവിങ് ഇൻ ദ പ്രസൻസ്. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മൾ ജീവിക്കുന്നത് പാപത്തിൻ്റെതായ ആയിരിക്കുന്ന സാഹചര്യത്തിലാണ്. നമ്മൾ ഏത് സമയത്തും പാപത്തിൻ്റെ ശക്തിക്ക് നമ്മളെ അതിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ വെൻ യു ഗോ ഇൻ ടു ദിസ് ടെമ്പിൾ, യേശു ക്രിസ്തു ശരീരം വലിച്ചു കീറി നമ്മളെ ഒരു ദിവസം ദൈവ സാന്നിധ്യത്തിലേക്ക്, ആ ദൈവം ഒരുക്കുന്ന മനുഷ്യ നിർബന്ധമല്ലാത്ത ഒരു ആലയം സ്വർഗത്തിലുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഇല്ലാത്തത് ഇരുട്ടില്ല, അവിടെ ഇല്ലാത്തത്
പാപമില്ല. പാപത്തിൻ്റെ സ്വാധീനത്തിന് എന്നെയും നിങ്ങളെയും ദൈവത്തിൽ നിന്ന് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. ഡിപ്രഷൻ അവിടെ ഉണ്ടാകത്തില്ല, നിരാശ അവിടെ ഉണ്ടാകത്തില്ല. ആർക്കും തരാൻ കഴിയാത്ത ദൈവിക സന്തോഷവും സമാധാനവും മക്കളെ ഞാൻ അവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്തോളം നിങ്ങൾക്ക് അങ്ങോട്ടൊരു പ്രവേശനത്തുള്ളൊരു മുഖാന്തരം ഞാനിവിടെ സൃഷ്ടിച്ചിട്ട് പോവുകയാണ്. കല്ലിനാൽ പണിയപ്പെട്ട ആലയത്തിനകത്ത് മാത്രം നിങ്ങൾ പറയുന്ന നിങ്ങളുടേതായ നിയമങ്ങൾക്കും ചട്ടക്കൂടുകൾക്കും ഉള്ളിൽ നിന്നും ആരാധിക്കുമ്പോൾ അതിനകത്ത് കർത്താവ് യേശു ക്രിസ്തുവിലുള്ള യഥാർത്ഥത്തിലുള്ള ദൈവിക സാന്നിധ്യവും ദൈവിക ശക്തിയും ദൈവിക വിടുതലും ദൈവിക നീതീകരണവും വിശദീകരണവും അവിടെ ലഭിക്കുന്നില്ല. 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടെ പുതിയ ആലയം, യേശുവിലൂടെ വരുന്ന പുതിയ ആലയത്തിൻ്റെ സുപ്പീരിയോറിറ്റി എന്താണെന്ന് എഴുതി വച്ചിട്ടുണ്ട്. ക്രിസ്തുവോ വരാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടുത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്റെയും പശുകിടാങ്ങളുടെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ. നമുക്ക് ഈ സമയം കുറച്ചോളം അതുകൊണ്ട് ഞാൻ നിങ്ങൾ ക്ഷമാപണം ചോദിക്കാൻ ഞാൻ അല്പം ദീർഘിപ്പിച്ച് പോയോന്ന് എനിക്ക് അറിയത്തില്ല. കർത്താവായ യേശുക്രിസ്തു നമ്മളെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ് എന്നുള്ളതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. വരുവാനുള്ള നന്മകളുടെ അവിടെ പറയാ ബട്ട് എന്നാ പറയുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിലും ക്രൈസ്റ്റ് കെയിം ആസ് ഹൈ പ്രീസ്റ്റ് ഓഫ് ദ ഗുഡ് തിങ്സ് ടു കം. അവനൊരു മഹാപുരോഹിതനായി വന്നത് വരുവാൻ പോകുന്നത്. അതെ, ദ ഗ്രേറ്റർ ആൻഡ് മോർ പെർഫെക്റ്റ് ടാബർനാക്കിൾ എന്ന് ഇംഗ്ലീഷ് എഴുതി വെച്ചിരിക്കുന്നത്. ടെമ്പിൾ അവിടെയല്ല, കല്ലുകൊണ്ട് പണിതല്ല. ഗ്രേറ്റർ ആൻഡ് പെർഫെക്റ്റ്, ഏറ്റവും സൃഷ്ടിയിൽ, ഈ ലോകത്തിൻ്റെ സൃഷ്ടിയിൽ, ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചതുമായിട്ട് ബന്ധമില്ലാത്തത്, ദൈവം തന്നെ സൃഷ്ടിച്ചത്, ദൈവം തന്നെ അടിസ്ഥാനം ശില്പിയായി നിർമ്മിച്ചതുമായൊരു നഗരമുണ്ട്. സ്തോത്രം. വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കഥാന് സ്തോത്രം ചെയ്യുക. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അവിടെയാണ്. ഹല്ലേലൂയ. അവിടെ ഒരു നരകമല്ല നമുക്കുള്ളത്. നമ്മളെപ്പോഴും പറയാറുള്ളത്, ദൈവം ഒരു നഗരം തൻ്റെ ജനത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നഗരത്തിനകത്തൊരു ആലയം ഉണ്ട്. അങ്ങോട്ടാണ് നമ്മുടെ യാത്ര. ഇനിയിപ്പം നമ്മുടെ ആരാധന അവിടെ നടക്കുന്ന ആരാധനയ്ക്ക് സമമായിരിക്കും. പക്ഷേ അതിൻ്റെ പെർഫെക്ഷൻ ഇല്ലെങ്കിലും സ്തോത്രം, ഇതിലൂടെ കടന്നു പോകുന്നവർ അവിടെ എത്തും. ഹല്ലേലൂയ. മനസ്സിലാകുന്ന എത്ര ദൈവമക്കളുണ്ട്. സ്തോത്രം. നമുക്ക് ഭൗതികമായ കാര്യങ്ങളല്ലേ നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ദൈവം നമുക്ക് വേണ്ടി എന്താണ് ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ല. സ്തോത്രം. ഒരു കാതും കേട്ടിട്ടില്ല. ഒരു ഹൃദയവും ഗ്രഹിച്ചിട്ടില്ല. No eye has seen, no ear has heard, no mind can comprehend what God has prepared for his people. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കിട്ടിയ വെളിപ്പാട് എന്ന് പറയുന്നത്, ഇന്നത്തെ കഷ്ടങ്ങൾ ഞാനിത് കണ്ടതാ, ഞാൻ 3-ാം സ്വർഗത്തോളം കയറിപ്പോയവനാണ്, ആത്മാവിൽ എന്നെ കൊണ്ടുപോയി ഞാനത് കണ്ടതാ, ഞാനത് അനുഭവിച്ചതാ, എനിക്ക് പറയാൻ കഴിയത്തില്ല. I cannot explain it. It's so marvelous. അത് എത്രയോ ശ്രേഷ്ഠമാണ്. സ്തോത്രം. അത് വരാൻ ഇപ്പോൾ പോകുന്ന കഷ്ടങ്ങളുമായി തുലനം ചെയ്യുമ്പോൾ എന്ന് കർത്താവ് വരുമെന്ന് നമുക്ക് ഏത് സമയത്തും മനുഷ്യൻ്റെ ആയുസ് പരിമിതികളുള്ളതാണ്. പക്ഷേ ബട്ട് യു ആർ ഗോയിങ് ടു ബി മൂവിങ് ഇൻ ടു എ ന്യൂ, വേറൊരു ലോകം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ പണിതല്ല, ഇതിലും വലിപ്പമേറിയതാണ്. അവിടെ പറയുകയാണ് ഇതിലും തികവേറിയതാണ് ഒരു പുതിയ യെരൂശലേം. റെവലേഷൻസ് ഞാൻ അതിൽ
സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആരും ഉറങ്ങിയിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അവിടെ പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയത് ഈ ശലോമോന്റെ മണ്ഡപം എന്ന് നിങ്ങൾ ശ്രേഷ്ഠമെന്ന് പറഞ്ഞ മണ്ഡപം അല്ലെങ്കിൽ ആലയം, അതിനപ്പുറത്ത് ശ്രേഷ്ഠമായത് ഒന്ന് ആത്മാവിൽ അപ്പോസ്തലനായ യോഹന്നാൻ കണ്ടു. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുക. സ്തോത്രം. അത് റെവലേഷൻസ് ചാപ്റ്റർ 21 അതിൻ്റെ 2-ാം വാക്യവും 22-23 നമുക്ക് വായിച്ചിട്ട് ഇന്നത്തെ വചനത്തിൽ നിന്നും നമുക്ക് വിരമിക്കുവാൻ ആഗ്രഹിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്ക് എന്തെങ്കിലുമൊക്കെ വെളിപ്പാടുകളും സത്യങ്ങളുമൊക്കെ മനസ്സിലാക്കാൻ അത് ജീവിതത്തിൽ വിടുതലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം. പുതിയ യെരൂസലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. Look at that. സ്തോത്രം. ഒരു വിശുദ്ധ നഗരം, ഒരു നഗരമാട്ടോ. ഹല്ലേലൂയ. ന്യൂയോർക്ക് സിറ്റിയോ അല്ലെങ്കിൽ ബോംബെ ഒന്നും അല്ല. ഒരു നഗരം ദൈവം നമുക്ക് വേണ്ടി, ഒരു സ്ഥലം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. പക്ഷേ അവിടെ പറയുകയാണ്, അതിന് അടുത്ത വാക്യം വായിക്കോ, അതാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം. സിംഹാസനത്തിൽ നിന്ന് ഒരു അല്ല, അതിന്റെ 22-ാമത്തെ വാക്യം. മന്ദിരം അതിൽ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ആ നഗരത്തിനകത്ത് മന്ദിരമില്ല, അതിനകത്ത് ആലയമില്ല. പക്ഷേ ആ ആലയം എന്തായിരുന്നു? 22-ാം വാക്യം പറയുകയാണ്, സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിൻ്റെ മന്ദിരമാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഐ സോ നോ ടെമ്പിൾ. ഞാൻ പിന്നെ ഒരു ആലയം കണ്ടില്ല. അവിടെ for the Lord God Almighty and the Lamb of God are the temple of it. യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് ആലയം. സ്തോത്രം. ദൈവ സാന്നിധ്യമാണ് ആലയം. അതിന്റെ അടുത്ത വാക്യം പറയുകയാണ്, നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവത്തിന്റെ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. മധ്യാഹ്നത്തെ വെല്ലുന്ന ഒരു വെളിച്ചം തന്റെ ചുറ്റും അലയടിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലനോട് യേശു പറഞ്ഞു, പൗലോസേ, ആമേൻ, ശൗലേ ശൗലേ, നീ ആമേൻ ചതക്കുപ്പയ്ക്ക് നേരെ ഉദയ്ക്കരുത് എന്ന് പറയുമ്പോൾ അവിടെ മധ്യാഹ്ന സൂര്യനെ വെല്ലുന്ന ഒരു ദൈവത്തിന്റെ മഹത്വം, അതിലേക്കാണ് ദൈവമക്കളെ ദൈവം വിളിച്ചിരിക്കുന്നത്. അങ്ങോട്ടാണ് നമ്മുടെ യാത്ര. കുഞ്ഞാണ് അതിൻ്റെ വിളക്കാണ്. ഹല്ലേലൂയ. നമുക്ക് കർത്താവ് ഇത് എത്ര ശ്രേഷ്ഠമായത് ഒരിക്കലിനെ ഓർത്ത് ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവത്തെ ഒന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാവും. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഹൃദയത്തെ ഒന്ന് തുറന്നിട്ട് കർത്താവിനെ സ്തോത്രം. കർത്താവ് ഇത്ര ശ്രേഷ്ഠമായത് എനിക്ക് വേണ്ടി തരുവാൻ വേണ്ടിയാണ് 2025 വർഷങ്ങൾക്കപ്പുറത്തെ കാൽവറിയുടെ ഗോൽഗോത്തായിൽ എനിക്ക് വേണ്ടി തകർക്കപ്പെടുവാൻ അവിടുന്ന് ഏൽപ്പിച്ചു കൊടുത്തത്. താങ്ക് യു ജീസസ്. അത്ര ദൈവത്തിന് കർത്താവ് നന്ദി പറയും. താങ്ക് യു ജീസസ്. എന്നെ വിളിച്ചതിനായി സ്തോത്രം, എന്നെ തിരഞ്ഞെടുത്തതിനായി സ്തോത്രം, ഈ ദൈവിക സത്യത്തിലേക്ക് എന്നെ വഴി നടത്താനായി സ്തോത്രം. താങ്ക് യു ഫോർ യുവർ ലവ് ലോർഡ്. അങ്ങനത്തെ സ്നേഹത്തിനായിട്ട് എത്രയോ ശ്രേഷ്ഠമായതാണ് ദൈവം നമുക്ക് വേണ്ടി. ദൈവം അതിൻ്റെ ആലയമാണ്. യേശു, ഞാൻ തന്നെ ആലയം. സൂര്യനും ചന്ദ്രനും ഒന്നുമല്ല ദൈവം. സ്തോത്രം. അത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, വിഗ്രഹങ്ങളല്ല ദൈവം. സ്തോത്രം. ഇന്ന് ജീവിക്കുന്ന ദൈവം ആത്മാവാകുന്നു. ആത്മാവാകുന്ന ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ ദൈവം നമ്മളെ വിളിച്ചത്. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം.